E20 പെട്രോളിനെതിരെ ഭീമ ഹർജി നൽകാൻ കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ചെന്നത്. വിഷ്ണു, ഇപ്പോൾ ആം ആദ്മി പാർട്ടി സമരരംഗത്തേക്ക് വരികയാണ്. E20 പെട്രോളിനെതിരെ രാജ്യവ്യാപകമായി പലയിടത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കോടതിയുടെ പോലും നഷ്ടപരിഹാരം നൽകണമെന്ന ഇടപെടൽ സമീപകാലത്ത് ഉണ്ടായതാണ്. എങ്ങനെയാണ് ഈ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് AP കൊണ്ടുവരുന്നത്? ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി E20 പെട്രോളിനെതിരെ ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റോപ്പ് E20 പെട്രോൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി വ്യാപകമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒപ്പുശേഖരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിൽ ലഭിച്ചിട്ടുള്ള പരാതികളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കൊടുക്കാനാണ് ഇപ്പോൾ എന്തായാലും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. സമാധാനപരമായിരിക്കും മാർച്ച് എന്നാണ് അരവിന്ദ് കെജ്രിവാളും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ അടക്കമുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് പരാതികൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പൗരന്മാർ ഡിജിറ്റലി ഒപ്പിട്ട പരാതികളാണ്, അതിന്റെ പ്രിന്റ് ഔട്ടുകളാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൊണ്ടുകൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും രണ്ട് ആവശ്യങ്ങളാണ് ഈ ഒരു പരാതിയിൽ, ഭീമ ഹർജിയിൽ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് E20 പെട്രോൾ ആണോ അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള, അതായത് ബ്ലെൻഡിങ് നടക്കാത്ത പെട്രോൾ ആണോ വേണ്ടത് എന്ന് സംബന്ധിച്ച് തെരഞ്ഞെടുക്കാനുള്ള ഒരു സൗകര്യം പൗരൻ നൽകുക. ഒപ്പം തന്നെ E20 പെട്രോളിന് ഇപ്പോൾ ചുമത്തുന്നത് അമിതമായ തുകയാണ്, അത് കുറയ്ക്കുക എന്നീ രണ്ട് ആവശ്യങ്ങളാണ് ഈ ഹർജിയിൽ ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ വസതി ലക്ഷ്യമാക്കിയുള്ള മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അല്പസമയം അല്ലെങ്കിൽ അല്പദൂരം മാത്രമേ മുന്നോട്ട് പോകാൻ പോലീസ് ഇവരെ അനുവദിക്കുകയുള്ളൂ. ബാരിക്കേഡുകൾ നിരത്തിയും RAF CRPF ഉദ്യോഗസ്ഥരെ അണിനിരത്തിയും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഡൽഹി പോലീസ്. അതുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഈ മാർച്ചുമായി മുന്നോട്ട് പോകാൻ എന്തായാലും പോലീസ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 100 പേരെയാണ് അരവിന്ദ് കെജ്രിവാൾ തനിക്കൊപ്പം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വരാൻ ക്ഷണിച്ചിട്ടുള്ളത്. പോലീസിന്റെ നടപടി ഉണ്ടായാലും പേടിച്ച് പിന്മാറാത്ത 100 പേരെ മാത്രമേ തനിക്ക് ആവശ്യമുള്ളൂ എന്നും കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഏകദേശം 100-ന് മേലെ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ചെറിയ കൂട്ടം ആളുകൾ മാത്രമാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്.